നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ എന്തൊക്കെ മേളമായിരുന്നു അല്ലേ? ഗതാഗത മന്ത്രി CP ജോൺ, അദ്ദേഹം ഒരു നിലയും വിലയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന, അദ്ദേഹത്തിന് ഒരു വിലയൊക്കെയുള്ള ഒരാളായിരുന്നു. നല്ലൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സാമ്പത്തികത്തിൽ വിദഗ്ധം നേടിയ ആൾ, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരെയൊക്കെയോ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മുതലാളി വർഗത്തിന് വേണ്ടി, ഹോസ്പിറ്റൽ മാഫിയകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംസാരമായിരുന്നു. മുതലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ടാണ് കണ്ടത്. കാരണം അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പടിവാതിൽക്കൽ തിണ്ണയിൽ നിറങ്ങുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഹോസ്പിറ്റൽ ഈ നാട്ടിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല എന്നതാണോ മന്ത്രിയുടെ പ്രശ്നം? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നതാണോ പ്രശ്നം? ശരിയാണ്, നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയെ ആശ്രയിക്കില്ല. ആശ്രയിക്കുന്നവരുണ്ടല്ലോ, അത് ഉപയോഗപ്പെടുത്തുന്നവരുണ്ടല്ലോ. ഗവൺമെൻറ് ആശുപത്രി തീർത്ത സൗജന്യമെന്നും പറയാൻ പറ്റില്ലല്ലോ. ചില കാര്യങ്ങൾക്ക്, ചില ഹോസ്പിറ്റൽ വികസനത്തിന് മറ്റേ 5 റുപ്യ വാങ്ങുന്നുണ്ട്, 10 റുപ്യ വാങ്ങുന്നുണ്ട്. അതൊക്കെ ഹോസ്പിറ്റലിനും സർക്കാരിനും വരുമാനമാണല്ലോ. പിന്നെ ചില കാര്യങ്ങൾക്ക് പണം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വകാര്യ ബസ് മേഖല ഇവിടെ നിൽക്കണം. പക്ഷേ അത് KSRTCയെ തകർത്തുകൊണ്ടാകാൻ പാടില്ല. KSRTCയിൽ പ്രിയദർശിനി സംവിധാനം, സ്ത്രീകൾക്ക് സൗജന്യമായ യാത്രാ സംവിധാനം, സ്ത്രീകളാരും നിവേദനം തന്നിട്ടുണ്ടല്ലോ. പണ്ട് ഒരു കുട്ടി ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി കൊടുത്തു, മുട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ മുട്ട കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ലോകകപ്പ് ഫൈനലിൽ കാണുമ്പോൾ അവധി വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവധി കൊടുത്തു. പക്ഷേ പ്രിയദർശിനിയിൽ ഒരു സ്ത്രീയും നമുക്ക് സൗജന്യമായൊരു യാത്ര വേണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സൗജന്യം നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഉറങ്ങുന്നവനെ വിളിച്ചിട്ട് ചോറില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. നിങ്ങൾ ഈ സംവിധാനം കൊണ്ടുവന്നു, സ്ത്രീകളത് ഉപയോഗപ്പെടുത്തുന്നു. ആ സംവിധാനം ഉണ്ടായാൽ അത് ഉപയോഗപ്പെടുത്തും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ സൗജന്യമായിട്ട് ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തും. അതില്ലെങ്കിൽ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോകും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇല്ലാത്ത എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, ആ സംവിധാനത്തെ ആശ്രയിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ? അപ്പം നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ തള്ളാണ്ട് കയറുന്നു. ഈ സംവിധാനത്തെക്കുറിച്ച് ഫസ്റ്റേ ഞാൻ പറഞ്ഞതാണ്, ഈ സൗജന്യം കൊടുക്കുന്നത് തെറ്റാണ് എന്ന്. നിങ്ങളാ മന്ത്രിസഭയിലെ ഒരു അംഗമല്ലേ, എതിർക്കാമായിരുന്നില്ലേ? പറ്റില്ല എന്ന് പറയാമായിരുന്നില്ലേ? ശരിക്ക് സമ്പന്നരായ ആളുകൾ പോകുന്നുണ്ട്, ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ സൗജന്യം കൊടുത്തോണ്ടാ. നിങ്ങൾ ശരിക്ക് പറഞ്ഞതാണെന്നല്ല, എവിടെയും പോകാന്നാ, കേരളത്തിൽ എവിടെയും പോകാന്നാ. തീർത്ഥയാത്രക്ക് പോയിക്കോന്നൊക്കെ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഈ സൗജന്യ യാത്ര കൊടുത്തിട്ട് പിന്നെ സ്ത്രീവിരുദ്ധ പരാമർശം എന്നൊക്കെയാണ് പറയുന്നത്. സ്ത്രീവിരുദ്ധ പരാമർശം മാത്രമൊന്നുമല്ല, പുരുഷവിരുദ്ധ പരാമർശമുണ്ട്. പക്ഷേ പിന്നെ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് ആരും വരാതുകൊണ്ടാണ്. പുരുഷന്മാരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രിയദർശിനി ഉദ്ഘാടനത്തിന് സമയത്ത് പുരുഷന്മാരെ കയ്യിൽ 1 രൂപ ബാക്കി വന്നാൽ അത് പുരുഷന്മാർ തന്നെ ആ ഒരു കുടുംബം പോറ്റുന്നതും, അല്ലാതെ ഈ ചെറിയ ബസ്സിൻ്റെ ടിക്കറ്റിൻ്റെ പൈസ അല്ലെങ്കിൽ പെൻഷൻ്റെ പൈസയോ മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അക്ഷീണം പുരുഷന്മാർ വിയർപ്പൊഴുക്കി അധ്വാനിച്ചിട്ടാണ് ഓരോ കുടുംബവും മുമ്പോട്ട് വന്നത്. പക്ഷേ നിങ്ങളന്ന് പറഞ്ഞത് സ്ത്രീകളുടെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ മാത്രമേ കുടുംബത്തിന് പ്രയോജനപ്പെടൂന്ന്. അതൊക്കെ എന്താ പറയേണ്ടത്, പുരുഷന്മാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. പിന്നെ നിങ്ങൾക്ക് സ്ത്രീകളുടെ പ്രസാദം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. സ്ത്രീകളുടെ വോട്ട് നേടാനും സ്ത്രീകളിൽ നിന്ന് സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് കാണാൻ വേണ്ടി നിങ്ങൾ പ്രിയദർശിനി കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പം നിങ്ങൾ വൃത്തികെട്ട സംസാരം പറയുന്നത് ശരിയല്ല. ഞാൻ അന്നേ പറഞ്ഞതാണ്, പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ഈ സിസ്റ്റം ഇങ്ങനെ വേണ്ട, പൈസ കൊടുക്കുന്നവർ കൊടുക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ, ഞാൻ പൈസ തന്നിട്ട് യാത്ര ചെയ്യാനാണ് താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ കണ്ടക്ടർ പറഞ്ഞു എൻ്റെ ജോലി പോകും, പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സംവിധാനമില്ല. ഈ നാട്ടിലെ ഡയാലിസിസ് കഴിഞ്ഞ് ഡയാലിസിന് പോവുകയും വരികയും ചെയ്യുന്ന നിരവധിയായ വൃക്കരോഗികളുണ്ട്, ഒന്നിടവിട്ട ദിവസങ്ങളിൽ പോകുന്ന. അതിൽ സ്ത്രീയും പുരുഷനും ഉണ്ട്.
ആ പുരുഷന്മാർക്ക് സൗജന്യമായ യാത്ര അനുവദിക്കണമെന്ന് നിരവധി തവണ അന്നത്തെ പ്രതിപക്ഷ നേതാവിനും അന്നത്തെ മുഖ്യമന്ത്രിക്കും ഇന്നത്തെ മുഖ്യമന്ത്രിയായ അന്നത്തെ പ്രതിപക്ഷ നേതാവിനും ലെറ്റർ ആ നിവേദനം ഞാൻ ഉൾപ്പെടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് വരെ പരിഗണിച്ചിട്ടില്ല. ഇവിടുത്തെ വിധവമാർ, വികലാംഗർ, ക്യാൻസർ രോഗികൾ, ഇങ്ങനെ അർഹതപ്പെട്ട നിരവധി ആളുകൾ ഉണ്ടായിട്ടും അവരെ പരിഗണിക്കാതെയാണ് പ്രിയദർശിനി എന്ന് പറഞ്ഞ പദ്ധതിയിൽ ബാങ്കിൻ്റെ സെക്രട്ടറി ഗസറ്റഡ് ഓഫീസർമാർ പോകുന്നത്. അവർക്ക് അർഹതപ്പെട്ടതാണ്, അവരതിൽ പോകുന്നത് തെറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പരിഗണിക്കണമെന്ന് അന്നേ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം പണ്ടേ ഈ പ്രസ്ഥാനം നഷ്ടത്തിലാണ്, പിന്നെ അതിലും കൂടുതൽ നഷ്ടത്തിലേക്കാണ് പോകുക എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇന്നിപ്പോൾ ഖേദം പ്രകടിച്ചതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ട് അത് പബ്ലിക്കിൽ ഇല്ലാതായി പോകുകയില്ല. അതുകൊണ്ട് CP ജോണിനെ പോലത്തെ ഒരു മന്ത്രിയിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ആകെ എന്താ പറയുക, ലോകത്തിലെ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിലയിലുള്ള നിങ്ങൾ ഇന്നലെ മുതലാളിമാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പദ്ധതി നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. എന്നിട്ട് ഇതുപോലെ നിർധനരായ ഡയാലിസിസ് ചെയ്യുന്ന ക്യാൻസർ പേഷ്യൻറ്റിന് അവർക്ക് നിങ്ങൾ കേരളത്തിലുടനീളം സഞ്ചരിക്കാനുള്ള അവസരം കൊടുക്കുക. എറണാകുളത്ത് ചികിത്സ ആശ്രയിക്കുന്നവരുണ്ട്, തിരുവനന്തപുരത്ത് ആശ്രയിക്കുന്നവരുണ്ട്, മംഗലാപുരം ആശ്രയിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ യാത്രാ ചെലവ് ഭാരിച്ചതാണ്. കാരണം കൂടെ 2 ആളും വേണം, പേഷ്യൻറ്റിനും പോകണം. അവർക്ക് നിങ്ങൾ അനുവദിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ ആ പ്രസ്താവന ഒട്ടും അനുചിതമല്ല, തെറ്റായ പ്രസ്താവന തന്നെയാണ്. അത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചേ ഉള്ളൂ. ഖേദം പ്രകടിപ്പിച്ചാൽ പോരാ, മാപ്പ് തന്നെ പറയണം.